ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ച് നാളായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് കുവൈറ്റിലാണ്. ഇവിടെ ഒരു പ്രത്യേക ക്ലൈമറ്റൊക്കെയാണ്. ചില സമയത്ത് ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര തണുപ്പായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക ക്ലൈമറ്റാണ്. അപ്പം വലിയ റഷൊന്നും ഇല്ലാത്ത ഒരു സൈലൻ്റ് ഏരിയ ആണ് കേട്ടോ എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഞാൻ ആ പോയ സമയത്ത് അങ്ങനെ ഒരു ഇതായിരിക്കാം. എന്തായാലും ഒരു അടിപൊളി സ്ഥലമൊക്കെയാണ്. കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ ഇവിടെ കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് വീഡിയോ വരുന്നതായിരിക്കും. ഇവിടെ മെട്രോ ഒന്നുമില്ല, ടാക്സി സർവീസാണ് ഉള്ളത്. ടാക്സി സർവീസിൽ നമുക്ക് 1 KD ആണ് വരുന്നത്. അതായത് ഏകദേശം നാട്ടിലൊരു 300 രൂപയൊക്കെ വരും. അപ്പം ഞാനും മോളും ഹസ്ബൻഡും കൂടെ പോകണം. ഒരു അടിപൊളി സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നഗരത്തിലെ കൊടുങ്കാട് എന്നാണ് ഇതിനൊക്കെ അറിയപ്പെടുന്നത്. നാച്ചുറൽ കൾച്ചർ സെൻറ്റർ. ഇതിന് 6 ഗേറ്റ് ഉണ്ട്. ഭയങ്കര അത്യാവശ്യം നല്ല കാണാനുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഓരോ ഗേറ്റിൽ പോകുന്ന സമയത്തും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പൈസ് ജെറ്റ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവം ഉണ്ട്. എന്തായാലും നമ്മൾ കൊടുത്ത എമൗണ്ടിന് വെർത്തായിട്ടാണ് തോന്നിയത്. അവിടെ മാപ്പ് എല്ലാ കാര്യങ്ങളുണ്ട്. നമുക്കത് ഗൈഡ് ലൈൻസും പിന്നെ അവിടെ ചോദിച്ചെല്ലാവരും പറയും. ഞങ്ങൾ ആദ്യം നഗരത്തിലെ കൊടുങ്കാട് കാണാനാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ കയറിയ സമയത്ത് എല്ലാ ഭാഗത്തും ചെക്കിങ് ഉണ്ടാവും. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടായിരിക്കും അവർ ഉള്ളിൽ കയറ്റുന്നത്. പിന്നെ അവിടെ നമുക്ക് വാട്ടർ ഫുഡൊന്നും അവൈലബിൾ അല്ല. നമ്മളതൊക്കെ പുറത്തുനിന്ന് കഴിക്കണം. അപ്പോൾ എൻ്റെ ബാഗ് ചെക്ക് ചെയ്തിട്ട് മോളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അതൊക്കെ അവൾക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ്. എന്താ വെച്ചാൽ ഇതൊക്കെ എന്താ ഫസ്റ്റ് ഫ്ലൈ എക്സ്പീരിയൻസ് ഇത്. ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ബാഗിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ പറയണ്ടേ. ഈ 6 ഗേറ്റിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാടിൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഭയങ്കര ശബ്ദവും ബാക്കി എന്താ വെച്ചാൽ എല്ലാം മരങ്ങളും തേനീച്ചക്കൂടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഇപ്പോൾ ഈ പിക്കിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുന്ന സമയത്ത് ശരിക്കും അതിൻ്റെ ഒരു വൈബ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതങ്ങനെ കുറച്ച് അരുവിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്ക് എന്തായാലും നന്നായി ഇഷ്ടപ്പെടും കേട്ടോ. എന്താ വെച്ചാൽ അവിടെ എന്താണ് അതേ ഒരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തേനീച്ചും കൂട്, പിന്നെ അതിൽ ചക്ക, അങ്ങനെ കാട്ടിൽ കാണുന്ന സാധനങ്ങളൊക്കെ അവർ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ അത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ആ സൗണ്ടാണ് മെയിൻ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത്. മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സംഭവം. ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയാലും കാട്ടിലെ ജീവികളുടെയും അങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുമായിരുന്നു. മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. കറക്റ്റ് ജീവികളെയും അവിടെ അത് മൂവ് ചെയ്യുന്നതും അങ്ങനെ കാടിൻ്റെ ഇതിൽ ശരിക്കും ഒരു ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ കാണുന്നില്ല, അതിൻ്റെ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. ഞാനും കുറച്ച് നേരം നോക്കി, മോളൊക്കെ കുറച്ച് നേരം. കാടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുതല് കണ്ടോണ്ണേ, ആ ഫ്ലാഗ് പറക്കുന്നത് എടുത്താണ് പോയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാ.
എന്തായാലും മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. സംഭവം സ്ഥലമൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫിഷിൻ്റെ സെക്ഷനിലേക്കാണ്. അക്വേറിയൊക്കെ വളരെ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. അവൾ കുറേ സമയം ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു, നോക്കുന്നുണ്ടായിരുന്നു. മാറാൻ ഭയങ്കര രസമുണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ട്. അതിന് കോവിഡാണ് ഗ്ലാസ് പൊട്ടുന്നത്. Age of Dinos. Take them. Da. ഇത് നോക്ക്. Da. പഠിക്കുന്ന ഡൈനോസറിന്റെ ഇതെല്ലാം ഇതാ വായി നോക്ക് പോരെ. എന്തായാലും ഓരോ ഗേറ്റിൽ പോകുന്ന സമയത്ത് ഓരോ വെറൈറ്റീസാണ്, ഒരു രക്ഷയില്ല കേട്ടോ. സംഭവം എന്തായാലും നമ്മൾ കൊടുത്ത ക്യാഷിന് ബർത്തായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. إنه طبقة من المعدن السائل. درجة الحرارة الخارجية 6. എല്ലാ ഡീറ്റെയിൽസും അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അറബിക്, ഇംഗ്ലീഷ് 2 ലാംഗ്വേജിലുണ്ട്. നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരും. പിന്നെ നെക്സ്റ്റ് ഒരു തിയേറ്റർ സെറ്റപ്പൊക്കെയാണ് കേട്ടോ. അവിടെ ഇരുന്നതിന് നമുക്ക് ഫുൾ സംഭവം ഈ ഇതൊക്കെ കാണാൻ പറ്റും, ഹിസ്റ്ററി കാര്യങ്ങൾ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വെള്ളം കുടിക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് ഔട്ട് സൈഡ് വന്ന് കുറച്ച് എന്തൊക്കെയോ ഇങ്ങനത്തെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം കണ്ടായിരുന്നു കേട്ടോ. ഞാനും കയറിയിരുന്ന് ഭയങ്കര റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു നല്ല രസമുണ്ടായിരുന്നു. Bye. Bye. The shoes.
ഇഷ്ടപ്പെട്ടാ പൊന്നു? ഇഷ്ടപ്പെട്ടാ? ഏറ്റവും വെറുതെ എനിക്ക് തോന്നുന്നു കാടില്ലേ? Hello, I am Alan. Having fun? Yes, I can see you. I'm not just a talking head. I can sense the world around me and recognize objects. Pretty impressive, your name? Don't you think? Do you see the objects? Can you pick up one of them and show me? ഹലോ. അപ്പോൾ ഫ്രണ്ട്സ്, കുവൈറ്റിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇവിടെ മെട്രോ സർവീസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബസ് സർവീസും ടാക്സി സർവീസും അവൈലബിൾ ആണ്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ വീഡിയോസായിട്ട് ഇനി വരുന്നതായിരിക്കും. ബൈ.